அங்க பேரு அங்க பேரு இவங்க வீட்டுல தான் நம்ம ஸ்டே பண்ணோம். இனிமே நம்ம கெல்ஸ்க்கு திருப்பி போ. ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രഭാതം പൊട്ടി വീണായിരുന്നു. നോക്കിക്കേ, സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഐശുവിൻ്റെയും വിക്കീൻ്റെയും വീട്ടിലുള്ള സെക്കൻഡ് ഡേ ആണ്. മോർണിംഗ് ആണ്. മോർണിംഗ് അല്ല, ഉച്ച 12 മണി. ഇതേ ഒരു പൂച്ചക്കുട്ടീനെ കണ്ടപ്പോൾ ഞാനത് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. ഇത് ഇവരുടെ സ്ഥിരം അതിഥിയാണ്. ഇവിടുത്തെ എല്ലാ ദിവസവും വരും, ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോവുകയും ചെയ്യും. അതാണ് ഇവിടെ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കിടന്ന റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. നേരെ ഉച്ചയ്ക്ക് എണീറ്റ് കുളിച്ച് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം എത്രയായി? 10:30 12 ആ ഒരു സമയം ആയിട്ടുണ്ട്. ഇന്നലെ പക്ഷെ നമ്മൾ പകുതി വെച്ച് കട്ടായി പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഇല്ലായിരുന്നു ഫോണിൽ. പിന്നെ ഞങ്ങൾ കുറേ ഗെയിമൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു. നല്ല ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് കിടന്നുറങ്ങി. ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ രാവിലെ എണീക്കാനും ലേറ്റായി പോയി. ഇപ്പം രാവിലെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള കുറച്ച് നല്ല അടിപൊളി സാധനങ്ങളുണ്ട്, നമുക്ക് കാണാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമുക്കിന്ന് എന്താ കഴിക്കാനുള്ളതെന്ന് നോക്കാം. രാവിലെ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ പോയി നോക്കാം. ഞാൻ വരുന്നില്ല. நான் வந்து கார்ட்ஸ் இது பண்றது உங்களுக்கு வீடியோ எடுக்கணும். வேற கேம் வேண்டாம். கழிக்கிறத கேம் இருக்கு. അല്ല, ആൾ പറക്കുന്നു. ചൂടാവായിട്ടില്ല. ഈ ഒരു ഇഡ്ഡലീൻ്റെയും സാമ്പാറിൻ്റെയും ചമ്മന്തിൻ്റെയും ടേസ്റ്റ് എൻ്റെ പൊന്നെ, ഞാൻ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടുമില്ല. ആ ടേസ്റ്റ് ഇപ്പോൾ പോയിട്ടുമില്ല. എവിടെ നിന്ന് സാമ്പാർ കഴിച്ചാലും ഈ തേങ്ങ അരച്ച് വെച്ച് ഉണ്ടാക്കിയ സാമ്പാറുണ്ടല്ലോ, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ശരിക്കും അടിപൊളിയായിരുന്നു. പിന്നെ ഐശു പാലക്കാട് ബ്രാഹ്മണാണ്, ആ ടേസ്റ്റ് ഉണ്ടാവാതിരിക്കില്ലല്ലോ. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇഡ്ഡലി കഴിക്കുന്നത്, നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും നല്ല ചായ, അടിപൊളിയായിരുന്നു. നല്ല ചായയായിരുന്നു ഉണ്ടാക്കിയത്. അതിനുശേഷം വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ ഇരുന്ന് ഗെയിംസ് കളിക്കാൻ തുടങ്ങി. ഞാൻ ഈ കാർഡ്സൊക്കെ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ പഠിച്ചത്. ഈ ഐഷും വിക്കി എന്നും പറയുന്നത് ഒരു ഗെയിം അവരുടെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അവരുടെ ബാഗ് നിറച്ച് എപ്പോഴും ഗെയിംസ്, എല്ലാ പുതിയ ഗെയിംസും അവരുടെ കയ്യിലുണ്ടാവും. അവരെവിടെ പോയാലും അതുണ്ടാവും. പോണ സ്ഥലത്തൊക്കെ ഗെയിമും കളിച്ചിരിക്കും കേട്ടോ. അതാണ് മെയിനായിട്ട് ഇവരുടെ പരിപാടി എന്ന് പറയുന്നത്. അവർ അടിപൊളി കപ്പിളാണ്, നല്ല സൂപ്പറാണ്. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സൂപ്പറായിട്ടാണ് നടക്കുന്നത്. അപ്പം നമ്മൾ ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ തിരിച്ചു പോകണ്ടേ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ മേലെ പോയി ഡ്രസ്സൊക്കെ റെഡിയാക്കി ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒച്ചപ്പാടും ബഹളമൊക്കെ താഴെ. ഓടി ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ദേ ഇവിടെ ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഇവിടെ ഐഷു ഉണ്ടല്ലോ, ഐഷു ഈ ക്രിക്കറ്റിൻ്റെ ട്രെയിനിങ്ങിന് ചേർന്നിട്ടുണ്ട് കേട്ടോ. ആ ക്രിക്കറ്റിൻ്റെ ട്രെയിനിങ്ങിന് ചേർന്ന ആളെ ഞാനിപ്പോൾ കാണിച്ചു തരാവേ. പേടിയും കൊണ്ടൊന്നുമല്ല പുള്ളിക്കാരി ഒളിച്ചിരുന്നത്, ചെറിയൊരു ഭയം, അതുകൊണ്ട് മാത്രം. ചേച്ചി ബാറ്റ് അടിക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഈ കുറച്ച് നേരം നമ്മളിങ്ങനെ ക്രിക്കറ്റിൻ്റെ, നമ്മൾ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ കളിച്ചിട്ടില്ലല്ലോ, അതിൻ്റെ ഒരു ആക്രാന്തം കൊണ്ടായിരിക്കാം. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരാഗ്രഹം ക്രിക്കറ്റൊക്കെ ഒന്ന് കളിക്കണമെന്ന്. പിന്നെ നമ്മുടെ ഇവിടെ അധികം സ്പേസ് ഒന്നുമില്ല, നാട്ടിലെ പോലെ വലിയ സ്പേസ് ഇല്ല. പക്ഷെ ഇവരുടെ ബാക്ക് യാർഡ് അത്യാവശ്യം വലുതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും കളിക്കാൻ പറ്റുന്നത്. ചില സ്ഥലത്തൊന്നും നമുക്ക് നിൽക്കാൻ കൂടെ സ്ഥലം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും മാറി മാറി കളിച്ച് ആ ബോള് പുറത്താക്കണ വരെ കളിച്ച് നോക്കി. പക്ഷെ ബോള് പോയില്ല, എന്തോ ഒരു ഭാഗ്യത്തിന്. മെറിൻ ചേച്ചിയാണെങ്കിൽ കളിച്ച് ബോള് പുറത്ത് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഇതെന്താ കയറാത്തതെന്ന് ആലോചിച്ചുകൊണ്ട്. അങ്ങനെ അടുത്തതായിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ പണ്ട് എപ്പോഴോ കളിച്ചത് 5ലോ 6ലോ പഠിക്കുമ്പോൾ, അതിന് ശേഷം കളിച്ചിട്ടൊന്നും ഇല്ല കുറേ നാളെ. അപ്പം ഞാനാണ് ഈ വിക്കീൻ്റെ അടുത്ത് പറയുന്നത്, കറക്റ്റ് ബോളിലേക്ക് ഇടണം, ബാറ്റിലേക്ക് ഇടണം, ബാറ്റ് നോക്കി എറിയണം, എന്നെയും കൊണ്ട് ഒരു പണി എടുക്കാൻ വയ്യ, കറക്റ്റ് അവിടെ തട്ടണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കളിച്ച്. പിന്നെ അടുത്തത് നവീൻ ഇറങ്ങി, പിന്നെ ഐഷു ഇറങ്ങി. ഐഷു നമ്മളെ ട്രെയിനിങ്ങിൻ്റെ പോയ കാര്യം കാണിക്കണമല്ലോ, അത് കോമഡി ആയിരുന്നു. വേറെ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ലാത്തതുകൊണ്ടേ അധികം വലിയ ഏരിയാസൊന്നുമില്ല കളിക്കാൻ വേണ്ടിയിട്ട്. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കളിക്കും. പിന്നെ ഞങ്ങൾ സാറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം, പണ്ടെപ്പോഴോ, പഴയ വീട്ടിലെപ്പോഴോ. ഇങ്ങനെ ഓരോരോ പൂതി, അല്ലാതെ എന്ത് കള്ളനും പോലീസും. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഗെയിം. അങ്ങനത്തെ ഇപ്പം
ഇപ്പോഴത്തെ വലിയ വലിയ ഗെയിമുകളല്ലേ, പഴയ ഈ ഓടിക്കളിക്കുക, സാറ്റ്, വള്ളിച്ചാട്ടം, പിന്നെ അങ്ങനത്തെ എന്തെങ്കിലും ഗെയിം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കണ്ടോ, അടുത്തതായിട്ട് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ താരമാണ് ഐഷു. ട്രെയിനിങ് കഴിഞ്ഞ് വലിയ പുള്ളിയായിട്ട് വന്നേക്കണ്ടടാ ബോളെന്നും പറഞ്ഞിട്ടാണ്. ഇവർ തമിഴാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. നല്ല രസമൊക്കെ കേട്ടിരിക്കാൻ. വിക്കിക്കാണെങ്കിൽ മലയാളം അറിയത്തില്ല, പക്ഷേ ഐഷു പാലക്കാടാണ്. ഐഷുവിന് മലയാളവും തമിഴും അറിയാം. അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ തമിഴായിരിക്കും മെയിനായിട്ട് സംസാരിക്കുക. മെറിൻ ചേച്ചിക്കും അറിയാം, ചേച്ചിയും പഠിച്ചത് തമിഴ്നാട്ടിലായിരുന്നു. അപ്പോൾ ചേച്ചി അടിപൊളിയായിട്ട് തമിഴ് സംസാരിക്കും കേട്ടോ. ചേച്ചിയും വിക്കിയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർ തമിഴ് മാത്രം സംസാരിക്കും. ഞങ്ങൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകും, പക്ഷെ തിരിച്ചു പറയാനൊന്നും അറിയത്തില്ല. ചില സമയത്ത് നമ്മൾ മലയാളീസ് എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിക്കി ഇങ്ങനെ നോക്കിയിരിക്കും എന്തേ പറയണേന്നുള്ളത്. അങ്ങനെ കോമഡികൾ. ഐഷു ഇത് ബോൾ പറക്കുന്നതാക്കി മാറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. ക്രിക്കറ്റൊന്നും അല്ല, ഒരെണ്ണെങ്കിലും അടിച്ചിട്ടിരുന്നെങ്കിൽ നമുക്ക് അടുത്തത് എടുക്കായിരുന്നു. കുറേ നേരം ഈ പുള്ളിക്ക് പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഭാര്യ ഭർത്താക്കന്മാരല്ല, നമ്മളെന്തിനാ കയറി ഇടപെടണേ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നിന്നു. പിന്നെ നമ്മളന്ന് സൺഡേ ആയിരുന്നു കേട്ടോ. സൺഡേ ഒരു 2-3 മണിയായപ്പോഴാണ് ഈ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പോകാൻ വേണ്ടിയിട്ട്. അടുത്ത് നവീൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നവീനാണെങ്കിൽ ഇവരൊക്കെ പിന്നെ നാട്ടിൽ കളിച്ച് ക്രിക്കറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്, അതുകൊണ്ട് അവർക്കൊക്കെ അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മളിങ്ങനെ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിന്ന് ചേട്ടായി അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, വാ അപ്പു ആ സമയമായി എന്നുള്ളത്. ആര് കേൾക്കാൻ, ക്രിക്കറ്റ് കളീൻ്റെ ഇതിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറച്ച് നാളായിട്ടോ, എഡിറ്റ് ചെയ്ത് ഇടാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. അവൻ ഞങ്ങളെ നോക്കി അടിച്ച പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി? എൻ്റെ ഫോണ് താഴെ വീഴാത്ത ഭാഗ്യം. നമുക്കാണെങ്കിൽ ഇന്ന് തിരിച്ചു പോയിട്ട് പണിയുണ്ട്, നാളെ തൊട്ട് വീണ്ടും വർക്കിന് പോകണം. അപ്പോൾ പണിയൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരുപാട് പണികളുണ്ട്. കുക്ക് ചെയ്യണം, ഫുഡ് കൊണ്ടുപോകണം. ഞാനിവിടെ വർക്കിന് പോകുമ്പോൾ എല്ലാ ദിവസവും ഫുഡ് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ പോകാത്ത ദിവസം അവിടെ നിന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. പുറത്തുനിന്ന് വാങ്ങണ അവസ്ഥയാണ്, നല്ല ഫുഡ് ഉണ്ടാവുകയില്ല. നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് പോയി കിട്ടും. ഇവിടെ അങ്ങനെയൊന്നും കിട്ടില്ല. ഏറിപ്പോയ ബ്രെഡിൻ്റെ വെറൈറ്റി ഐറ്റംസ് കിട്ടും. അതുകൊണ്ട് കൂടുതലും നമ്മൾ ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകുക. അപ്പോൾ രാവിലത്തേക്കും ഉച്ചത്തേക്കും രാത്രിത്തേക്കും ഒക്കെ ഫുഡ് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കും. 2-3 ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണി അങ്ങ് കഴിഞ്ഞല്ലോ. അപ്പോൾ പോയിട്ട് പണിയുണ്ട്, പിന്നെ അലക്കാൻ വീക്കെൻഡ് ആയതുകൊണ്ട് വാഷ് ചെയ്യാനിടാനുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്, കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ വീണ്ടും ചേച്ചി ഇറങ്ങിയേക്കാണ്. ചേച്ചിക്ക് വരാൻ തീരെ താല്പര്യമില്ല. ഞാൻ വിചാരിച്ച ലാസ്റ്റ് ആ ബാറ്റും ബോളും കൊണ്ട് ചേച്ചീൻ്റെ അടുത്തേക്ക് പോകുമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഐഷുവിന് ട്രെയിനിങ്ങിന് പോകാനുള്ളതുകൊണ്ടേ പുള്ളിക്കാരി വിട്ടു കൊടുത്തില്ല. ഇതിലൊരാൾ മിസ്സല്ലേ, ജെനിക്കാണെങ്കിൽ ഇന്ന് സൺഡേ ആയിട്ട് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് എന്തോ അവൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് അവിടെ നിന്ന് കയറണം. അപ്പോൾ രാവിലെ തന്നെ അവൾ പോയി. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണുറന്നപ്പോൾ അവൾ കണ്ടായിരുന്നു. അവൾ അപ്പം തന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയായിരുന്നു. ഇനി അവൾ ആണെങ്കിൽ ഇന്നലെ വൈകിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതാണ്. ഇന്ന് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷിഫ്റ്റിലേക്ക് നേരെ പോയി. ഉച്ചവരെ എന്തോ ഷിഫ്റ്റ് ഉള്ളൂ. ഇനി നമ്മളിങ്ങനെ കാണുന്നത് വേറെ എവിടെയെങ്കിലുമൊക്കെ കൂടുമ്പോഴാണ്. ഇവർക്കാണെങ്കിലും സൺഡേ കഴിഞ്ഞ് പിന്നെ മൺഡേ തൊട്ട് വർക്കിന് പോകണ്ടേ. ഇവരെല്ലാവരും വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, തിരക്കാണ് എല്ലാവർക്കും. ഈ പ്രാവശ്യം ലിയ വന്നിട്ടില്ലായിരുന്നു. ലിയയ്ക്കാണെങ്കിൽ വർക്കുള്ളതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. അവളുടെ വർക്ക് കഴിയുമ്പോൾ ലേറ്റ് ആവും. പിന്നെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കും അതിലും ലേറ്റ് ആകും. അതുകൊണ്ട് അവൾ ഈ പ്രാവശ്യം വന്നില്ല. ഓരോ പ്രാവശ്യം ഓരോരുത്തർ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ലിയ ഇടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, വരുന്നില്ലേ ചോദിച്ചിട്ട്. இவங்க வீட்டுல நம்ம ஸ்டே பண்ணோம். இனிமே நம்ம கெல்ஸ்க்கு திருப்பி போறோம். ஐஷு நல்ல ഭംഗിയുണ്ട്. ഐഷു നീ പറഞ്ഞോ. നന്ദി, നമസ്കാരം. കവർ മാറ്റിക്കലി ആൾട്ടീന്റെ വണ്ടി വീണ്ടും വരും. സെൽഫി ആയിട്ട് എടുക്കാം. നെയ്യും വാ. അപ്പൊ നമ്മുടെ വീക്കെൻഡ് കഴിഞ്ഞു. നമ്മള് ഐഷുവിന്റെയും വിക്കിന്റെ അടുത്തായിരുന്നു വന്നത്. അപ്പൊ തിരിച്ചു പോവുകയാണ്. സങ്കടം ഉണ്ടോ? ഇല്ല. അപ്പൊ ഞങ്ങള് ടാറ്റ ബൈ ബൈ പറയാണ്. ചേച്ചീനെ കണ്ടില്ല. അപ്പൊ ടാറ്റ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മുറ്റത്ത് എത്ര വണ്ടി ഇടാൻ പറ്റും എന്നുള്ള ചർച്ചകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഐശ്വനും വിക്കിക്കാണെങ്കിൽ ക്യാമറേൻ്റെ മുന്നിൽ വരാൻ ഭയങ്കര നാണാണ്. അതുകൊണ്ടാണ് അവർ മാറി മാറി കിടക്കണം. ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് ലാസ്റ്റ് ഒന്ന് പോയി തരുവോടി എന്നുള്ള മട്ടായി കഴിഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. 2 ദിവസം അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇനി നേരെ നമ്മൾ മീത്ത് പോയിട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെ അടുത്ത്. നമ്മൾ കുറച്ച് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന സെക്കൻഡ് ബോക്സ്, അത് നിറച്ച് മസാലപ്പൊടികൾ അങ്ങനത്തെ ചില്ലറ കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കായിരുന്നത്. ഇത് നിറച്ച് മറ്റേ നമ്മുടെ കടുകിൻ്റെ
പാടാണ്, നിറച്ച് മഞ്ഞ, കറക്റ്റ് കാണുന്നില്ല, മഞ്ഞ പൂക്കളായിരുന്നു കേട്ടോ നിറച്ച്. അങ്ങനെ ഒരു പാടാണ് ഇവിടെ കൂടുതലും കടുക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭയങ്കര രസമാട്ടോ അപ്പോൾ കടുക് പാടം കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നമുക്ക് അവിടെ പോയിട്ട് വീഡിയോ ചെയ്യണം. ഞാനും അങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല, ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ കണ്ടിട്ടുള്ളൂ, ബസ്സിലൊക്കെ പോകുമ്പോഴേ കണ്ടിട്ടുള്ളൂ. ഇങ്ങനത്തെ സ്ഥലങ്ങളിലാട്ടോ കൂടുതലും ഇങ്ങനത്തെ കൃഷികളൊക്കെ നടക്കും. നമ്മുടെ ഡബ്ലിനിൽ അത്ര കൃഷി ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ കുറേ നേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്ന് ചേച്ചീൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ വീട് പിടിക്കുകയാണ്. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി, തിരിച്ച് ഇപ്പം എത്തിയുള്ളൂ. നല്ലൊരു വീക്കെൻഡായിരുന്നു, നല്ല അടിച്ച് പൊളിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൂടുന്ന ഭയങ്കര നല്ല രസമുണ്ട്, നല്ലതായിരുന്നു. അങ്ങനെ ഇനി വീക്കെൻഡായി, ഇനി കുറച്ച് പരിപാടി ഉണ്ട്, നാളെ തൊട്ട് വീണ്ടും ഷിഫ്റ്റിന് പോകണം. അപ്പം അതിൻ്റെ കുറച്ച് പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും കൂടെ ചെയ്തേക്ക് കേട്ടോ, എന്നാൽ കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായി ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ. എടി അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. ഞാൻ നിൽക്കുന്ന വീടിൻ്റെ ബാക്ക് യാർഡ് നിറച്ചിപ്പോൾ പൂക്കളായിട്ടോ. ഇവിടെ നല്ല അടിപൊളി കാണാൻ വേണ്ടി ഭംഗിയുള്ള ഒരുപാട് പൂക്കളുണ്ട്. എനിക്ക് പൂക്കളുടെ പേരുകളൊന്നും അറിയില്ല. ഇടയ്ക്ക് ഇങ്ങനെ വൈകുന്നേരം പോയിരിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ശേഷം നേരെ എൻ്റെ കുക്കിങ്ങിലേക്ക് ഞാൻ കടന്നു. കട്ട് ചെയ്ത് വെക്കണം, ചിക്കൻ കറി വെക്കണം, ചിക്കൻ സ്റ്റൂ വെക്കണം, അങ്ങനെ എന്തൊക്കെയോ വെക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരാഴ്ചത്തേക്കുള്ള ഫുഡ്, ഒരാഴ്ചയല്ല 2-3 ദിവസത്തേക്കുള്ള ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പണിയങ്ങ് തീർന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഉള്ളി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉള്ളി എരിഞ്ഞ കണ്ണിന്ന് വെള്ളം വന്ന് വേറെ ലെവലാവുകയും, അതുകൊണ്ട് ആർക്കും ഉള്ളി എരിയാൻ വലിയ താല്പര്യങ്ങളൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഉള്ളി എരിയാൻ ഇഷ്ടമല്ല, പക്ഷെ നമുക്ക് വേറെ വഴിയൊന്നുമില്ലല്ലോ. വീട്ടിലാണെങ്കിൽ മമ്മീനെ ഏൽപ്പിക്കായിരുന്നു, ഇവിടെ ഏൽപ്പിക്കാൻ ആരുമില്ല. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നേ പിന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ലിയ ഉണ്ടായിരുന്നു. ലിയേൻ്റെ അടുത്താണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉള്ളീൻ്റെ അവൾ പറയേണ്ടത് അങ്ങനെയല്ലടി ഇങ്ങനെ എരിയും, ഞാൻ പറഞ്ഞു അങ്ങനെയല്ലടി ഇങ്ങനെ എരിയാന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളി ഞാൻ എടുക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഏത് വെജിറ്റബിൾ അരിയണയ്ക്ക് മുന്നേ ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ശരി, ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കും, കുറച്ച് ചൂടുവെള്ളം എടുക്കുക. ചൂടുവെള്ളത്തിൽ ഞാൻ ഇത് ഓൾറെഡി അവിടെ വെജിറ്റബിളോ ഫ്രൂട്ട്സോ ഇട്ട് വയ്ക്കും. കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ട് അരിയാനാണെങ്കിലും എടുക്കുള്ളൂ. അതിന് ശേഷം എന്നെയും കൊണ്ട് ഫുള്ള് പണി എടുപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എന്താണ് ഓരോരോ അവിടുത്തെ ഇത് എങ്ങനെയുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അവൾ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഓരോ കാര്യം സംസാരിച്ച് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുക്കിങ്ങിലേക്ക് കിടക്കാണ്. സ്റ്റൂ ലിയ വെക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഞാനും വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും കൂടുതലും അവളും തന്നെ വെച്ചത്. ഇടയ്ക്ക് പോയി അരിഞ്ഞു കൊടുക്കാനുള്ള പണി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇതാ നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു, അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. അവൾ സ്റ്റൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ സ്റ്റൂ എന്നല്ല ഇസ്റ്റൂ എന്നാണ് പറയുക, ചിക്കൻ സ്റ്റൂ അങ്ങനെ എന്തോ സാധനം പറയുക. നിങ്ങളെന്താ പറയണേന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾ ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ മൂലയിൽ പോയി നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂവും കഴിക്കാം, ചിക്കൻ കറി എടുത്ത് വെച്ചിട്ട് മറ്റന്നാളത്തേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കായിരുന്നു, അടിപൊളിയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചോറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിത്തേക്ക് പിന്നെ വെള്ളയപ്പം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ വെള്ളയപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് പൊടി വാങ്ങിയിട്ട് കലക്കി, ഇത് നമ്മൾ ആദ്യമായിട്ടാണ് വെള്ളയപ്പം ഉണ്ടാക്കിയത്. കാരണം നാട്ടിൽ നിന്ന് പാത്രം കൊണ്ടുവന്നത് ഈ അടുത്താണല്ലോ, അപ്പോൾ ആദ്യമായിട്ടായിരുന്നു ഉണ്ടാക്കി നോക്കിയത്. അടിപൊളിയായിരുന്നു കേട്ടോ. വെള്ളയപ്പം നല്ലോണം പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിയിലയൊക്കെ ഇട്ട്, എനിക്ക് എന്ത് കറി ഉണ്ടാക്കിയാലും മല്ലിയില ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ കഴിക്കാനാണെങ്കിലും എനിക്ക് മല്ലിയില. ചിലപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ മല്ലിയില ഇട്ടിട്ട് അതിൻ്റെ കൂടെ ചുമ്മാ കഴിക്കും. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടം. നാട്ടിലാണെങ്കിൽ മമ്മി ഉണ്ടാക്കി തരും കേട്ടോ. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല, പക്ഷെ മമ്മിക്ക് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണവും അതിൻ്റെ ടേസ്റ്റൊക്കെ. മമ്മിയാണെങ്കിൽ എല്ലാ കറിയിലും കൊണ്ടിടും. അങ്ങനെ ഇതാ വെള്ളയപ്പൊക്കെ പൊന്തി വന്ന് നല്ല സൂപ്പർ വെള്ളയപ്പമായിരുന്നേ, അധികം കരിയൊന്നും ചെയ്യാതെ. ഇത് നമ്മളിവിടെ നിന്ന് ഏഷ്യൻ സ്റ്റോർ ഉണ്ട് കേട്ടോ, നമ്മുടെ ഇവിടെ മലയാളി സ്റ്റോറുകളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ടാണ് നമ്മൾ വെള്ളയപ്പപ്പൊടി വാങ്ങുക. അത് അരി അതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിപൊളി സെറ്റപ്പായിരുന്നു അന്നത്തെ ഒരു ദിവസം. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ദിവസം വീക്കെൻഡ് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.